സിദ്ധരാമയ്യ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. കാരണം ഹിന്ദു മതത്തെ എങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു ലീഡറാണ് സിദ്ധരാമയ്യ. ലിംഗായത്തുകളെ പ്രത്യേക മതവിഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം പലതവണ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായപ്പോൾ നടത്തി, ഇപ്പോൾ വീണ്ടും അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുവഴി ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു ശക്തികളെ ഒന്ന് വിഘടിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ശക്തി കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അദ്ദേഹം അഹിന്ദ പൊളിറ്റിക്സ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അഹിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പസംഖ്യതരു ഹിന്ദു ലിതവരു എന്ന അർത്ഥം വരുന്ന, കന്നഡയിൽ അർത്ഥം വരുന്ന ഒരു ടേമാണ്. അതൊരു രാഷ്ട്രീയ സിദ്ധാന്തം കൂടിയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾ, കർണാടകയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഇവർക്കൊപ്പം ഹിന്ദുക്കളിലെ OBC വിഭാഗക്കാർ, പിന്നെ ദളിതർ, ഇവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദു ഐക്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. സിദ്ധരാമയ്യ കഴിഞ്ഞ തവണ കോൺഗ്രസിന് അധികാരം നേടിക്കൊടുത്തത്, ഒരു വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത്. 138 സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചതിന് ഒരു പ്രധാന കാരണം ഈ സിദ്ധരാമയ്യ മുന്നോട്ട് വെച്ച അഹിന്ദ രാഷ്ട്രീയമാണ്. അദ്ദേഹം മുമ്പ് ഭരിച്ചിരുന്നപ്പോഴും ഇതേ രീതിയിലുള്ള അഹിന്ദ രാഷ്ട്രീയമാണ് പയറ്റിയിരുന്നത്. ജനതാദളിൽ നിന്ന് വന്ന സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ളൊരു നേതാവാണ്, അവിശ്വാസിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ഒരിക്കലും ഹിന്ദുത്വ ശക്തികൾക്ക് അധികം വേര് കിട്ടാതിരിക്കാനുള്ള ശ്രമങ്ങൾ സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഹിന്ദ രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്ത്യം കൂടിയാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്.